ഷട്ടർ റിലീസ് ബട്ടൺ പ്രസ് ചെയ്യുന്നതും ഹാഫ് പ്രസ് ചെയ്യുന്നതും കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻ ആരംഭിക്കുന്നത്. നിങ്ങൾ ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറയിലുള്ള ഫോക്കസ് ആ സമയത്ത് കൺഫേം ആവുന്നുണ്ട്. എക്സ്പോഷർ വാല്യൂ കൃത്യമായിട്ട് എവിടെയാണത് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ക്യാമറ ഒരു ഷൂട്ടിന് വേണ്ടി തയ്യാറാവുന്നുണ്ട്. എന്നാൽ പല സമയത്തും നിങ്ങൾക്ക് ക്യാമറയുടെ ഫോക്കസ് മാത്രം കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നേക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പോഷർ മീറ്റർ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് ഒന്ന് ഷാർപ്പാക്കി എടുക്കണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ വരുന്നൊരു സമയത്ത് നിങ്ങൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മീറ്ററും കാര്യങ്ങളും ബീപ്പ് സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ പ്രിസൈസായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ നിങ്ങളുടെ ക്യാമറകളിൽ ലഭ്യമാണ്. അത് ക്യാനണിലായാലും നിക്കോണിലായാലും ഏത് ക്യാമറയിലായാലും ഇത് അവൈലബിൾ ആണ്. ക്യാമറയുടെ ബാക്ക് സൈഡിൽ തന്നെയാണ്, മോൾ ഭാഗത്തായിട്ടാണ് AF ഓൺ AEL എന്നാണ് ഈ ബട്ടണിന് സാധാരണയായിട്ട് എഴുതി കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ ബട്ടൺ ഡെഡിക്കേറ്റഡ് ടു ഫോക്കസ് ആണ്. നിങ്ങളുടെ ഫോക്കസ് മെക്കാനിസം അപ്പോൾ ആക്ടിവേറ്റ് ആവും. നിങ്ങളത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് എവിടെയാണോ വെച്ചിട്ടുള്ളത് ആ ഫോക്കസ് പോയിന്റിലേക്ക് നിങ്ങളുടെ ക്യാമറ ഫോക്കസ് ആവും. വേറെ ഒന്നും സംഭവിക്കില്ല, ആ ക്യാമറ അതിലേക്ക് ഫോക്കസ് ആവും. ഇത് വളരെ നല്ലൊരു സെറ്റിംഗ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അതായത് ഇത് പല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ ഫോക്കസും ഹാഫ് പ്രസ്സിലും രണ്ടിലും ഫോക്കസ് എനേബിൾ ചെയ്തിടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് ആണോ ഈസി, ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ഒരു എമർജൻസി മൊമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഷട്ടർ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫോക്കസ് ആയി കിട്ടും. അതല്ല നിങ്ങൾ വല്ല ബേർഡിംഗ് ഒക്കെ ചെയ്യുന്ന പോലെയുള്ള, അതായത് ട്രാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ ഫോക്കസ് ആയിരിക്കും വളരെ നല്ലൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നുകിൽ രണ്ട് ബട്ടണിൽ എനേബിൾ ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടണിൽ മാത്രമായിട്ട് ഫോക്കസ് എനേബിൾ ചെയ്തിടാം, അതല്ലെങ്കിൽ ഷട്ടർ റിലീസ് ബട്ടണിൽ മാത്രമായിട്ട് എനേബിൾ ചെയ്തിടാം. ഇങ്ങനെ 3 വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തിടാൻ പറ്റുക. സെറ്റ് ചെയ്യുന്നത് ക്യാമറയുടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റം സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസിൻ്റെ ഫോട്ടോ അടക്കം അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ബട്ടൺ കാണിക്കുന്നതിൽ എന്താണ് അതിൽ ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിയാൽ മതി. ബാക്ക് ബട്ടണിൽ നിങ്ങൾ മെനുവിൽ എനേബിൾ ചെയ്യേണ്ടത് AF ഓൺ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഷട്ടർ റിലീസ് ബട്ടണിൽ നിന്നും ഫോക്കസ് ഡിസേബിൾ ചെയ്യരുത്. പക്ഷേ ചില ബേർഡിങ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് അങ്ങനെയുള്ള ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവർ ഇത് ഡിസേബിൾ ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷട്ടർ റിലീസ് ബട്ടണിൽ ഫോക്കസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോക്കസ് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ക്യാമറ ക്ലിക്ക് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ ഷട്ടർ ബട്ടൺ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രസ് ചെയ്യുമ്പോൾ ഹാഫിലെത്തുമ്പോൾ തന്നെ ക്യാമറ ഫോക്കസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ഫോക്കസ് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അത് ഫർദർ ക്ലിക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഫോക്കസിന് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഓട്ടോ ഫോക്കസിലുള്ള ഒരു വിഷയമാണ്. ഓട്ടോ ഫോക്കസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഫോക്കസിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനോ ഒരു ആക്ഷനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ആക്ഷൻ മിസ്സാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ലത് ബാക്ക് ബട്ടൺ ഫോക്കസ് ആണ്. നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത്, ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു ബൾബ് താഴെ വിട്ടിട്ട് അത് പൊട്ടുന്നതാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നതെങ്കിൽ ഷട്ടർ ബട്ടണിലാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കറക്റ്റ് മൊമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാഫ് പ്രസ്സിലെത്തുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓട്ടോ ഫോക്കസിന് വേണ്ടി ട്രൈ ചെയ്യും. അത് ഫോക്കസ് കൺഫേം ആയിട്ട് ക്യാമറ ക്ലിക്ക് ആകുമ്പോഴത്തേനും ഒരു ചെറിയ ഒരു ടൈം ലാഗ് വരും. അതുവഴി നിങ്ങൾക്ക് ആ മൊമെൻറ്റ് മിസ്സാവും. ഇനി നിങ്ങൾ ഷട്ടർ ബട്ടണിന് ഓട്ടോ ഫോക്കസ് ഡിസേബിൾ ചെയ്തു, അതിനകത്ത് ഓട്ടോ ഫോക്കസ് ഇല്ല, എക്സ്പോഷർ കൺഫർമേഷനേ ഉള്ളൂ. ഇനി നിങ്ങൾ ബാക്ക് ബട്ടണിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ബൾബ് താഴോട്ട് വരുന്ന വഴിക്ക് അതിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ കൂടെ താഴോട്ട് വന്നിട്ട് കൃത്യം മൊമെൻറ്റിലെത്തുമ്പോൾ നിങ്ങൾ ഷട്ടർ ബട്ടൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഫോട്ടോ എടുത്തിരിക്കും. അവിടെ ഫോക്കസ് കൺഫർമേഷന് വേണ്ടിയിട്ട് ക്യാമറ വെയിറ്റ് ചെയ്യില്ല. കാരണം ആ ഷട്ടർ ബട്ടണിൽ ഫോക്കസ് കൺഫർമേഷൻ ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. അതേപോലെ നിങ്ങൾ വൈൽഡ് ലൈഫ്, അതായത് കണ്ടിന്യൂസ് ഫോക്കസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ബാക്ക് ബട്ടൺ ഫോക്കസ് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ക്യാമറകളിലും ഇത് എനേബിൾ ചെയ്യാൻ പറ്റും. ചില എൻട്രി ലെവൽ ക്യാമറകളിൽ മാത്രമാണ് ഇത് കിട്ടാത്തതുള്ളത്. ഒരുവിധം ഹൈ എൻഡ് ക്യാമറകളാണെങ്കിൽ ബാക്ക് ബട്ടൺ ഫോക്കസ് കൃത്യമായിട്ടും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ 5D സീരീസിലുള്ള ക്യാമറയിലൊക്കെ ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് അത് എനേബിൾഡ് ആയിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഉപയോഗിക്കാം. ഫ്രണ്ട് ഷട്ടർ റിലീസ് ബട്ടണിലും ഫോക്കസ് ഉണ്ടാവും, ബാക്കിലും ഫോക്കസ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഷട്ടർ റിലീസ് ബട്ടണിൽ നിന്നും ഫോക്കസ് എന്നുള്ള ഓട്ടോ ഫോക്കസ് കൺഫർമേഷൻ ഡിസേബിൾ ചെയ്താൽ മതി. അത് മെനുവിലൂടെ പോയിട്ട് കസ്റ്റം ഫംഗ്ഷനാണ് അതൊക്കെ, ഒരു മെയിൻ ഫംഗ്ഷൻ അല്ല. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. വളരെ അപൂർവമായിട്ട് എല്ലാ സമയത്തും നമുക്കിത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷൂട്ടിൽ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും മാത്രം എപ്പോഴെങ്കിലും ഒന്ന് ഓൺ ചെയ്യും, അത് പിന്നെ ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വയ്ക്കും. അതേപോലെ ബാക്ക് ബട്ടൺ ഫോക്കസ് മിക്കവാറും ക്യാമറകളിൽ ഫുൾ ടൈം അത് ഓണായിട്ട് കിടക്കും. ഇനി എനേബിൾ ചെയ്യുന്നവരാണെങ്കിൽ ചില ക്യാമറകളിൽ ഒരു പ്രശ്നമുണ്ട്. ബാക്ക് ബട്ടൺ ഫോക്കസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഷട്ടർ റിലീസ് ബട്ടണിൽ ഫോക്കസ് കിട്ടാത്തൊരു പഴയ ടൈപ്പ് ക്യാമറകളിൽ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക. ഒരിക്കലും ഫ്രണ്ട് ബട്ടണിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഇല്ലെങ്കിൽ ഷട്ടർ റിലീസ് ബട്ടണിൽ നിന്നും ഫോക്കസ് ഡിസേബിൾ ചെയ്ത് വയ്ക്കരുത്. നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയ പടങ്ങൾ കിട്ടാൻ അത് കാരണമാകും. ബാക്ക് ബട്ടൺ ഫോക്കസ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയാണ് ബാക്ക് ബട്ടൺ ഫോക്കസ് വർക്ക് ചെയ്യുന്നതെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക.